ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡി വേൾഡ് ബൈ ആര്യ. ഓക്കെ, നമ്മുടെ അടുത്ത ഐറ്റമായ കപ്പവട, അതിൻ്റെ ഐറ്റംസാണ് നമ്മളിവിടെ കാണിക്കുന്നത്. മെയിൻ ഐറ്റം നമ്മുടെ കപ്പയാണ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് കപ്പവട ഉണ്ടാക്കാൻ പോകുന്നത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഒരു കപ്പയാണ്. കപ്പ നന്നായിട്ട് കഴുകി ക്ലീനാക്കി നമ്മളൊരു ബേസിനിലോട്ട് മാറ്റുന്നുണ്ട്. അതായത് അതിലുള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കളയാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ കഴുകി യൂസ് ചെയ്യുന്നത്. അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റമായ സവാള, 2 സവാളയാണ്. സവാള നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത് 3 നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ 2 മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് 2 മുളകാണ്. അത് കഴിഞ്ഞ് ആവശ്യമായി നമുക്ക് മുളക്, മസാല, ഉപ്പ്, ഇത് 3 ഇതിലോട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് നിങ്ങൾക്കിതിൽ എരിവും ഉപ്പും മസാലയൊക്കെ ചേർക്കാം. നമ്മളിപ്പോൾ കുറച്ച് സ്പൈസി കുറച്ചാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഉപ്പും കറക്റ്റ് അളവിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത ഐറ്റമായ അരിപ്പൊടി, നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ 3 സ്പൂണാണ് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് നോക്കണം. ഇതിൽ അടുത്ത മെയിൻ ഐറ്റമായ കടലമാവ്, അത് ഒരു ഫുൾ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം കടലമാവ് നമ്മളിതിൽ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നല്ല ഒരു കുഴമ്പ് രൂപം ആവുന്ന വരെ മിക്സ് ചെയ്യുക. ഓക്കെ, ഇത് കുഴമ്പ് രൂപം ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു കുഴമ്പ് രൂപ ഒരു പാൻ എടുത്ത് വെച്ച് നമ്മൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വീഴ്ത്തി നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മൾ നല്ല വടയാക്കി അതിലോട്ട് ഇടുന്നുണ്ട്. ഒരു ഒറ്റ ട്രിപ്പിൽ ഒരു 5-6 ഒക്കെ നമ്മൾ ഈ ട്രിപ്പിൽ ഇടുന്നുണ്ട്. ഇന്ന് നമ്മളിതിനെ അതായത് ഇത് വടയാക്കി ഇടുന്നതനുസരിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ജസ്റ്റ് ഒന്ന് ഒന്ന് പൊരിഞ്ഞ് വരത്തില്ലേ, ആ ഒരു മൊരിഞ്ഞ് വരുന്ന രീതിയിൽ, ഒരു ബ്രൗൺ കളർ മൊരിഞ്ഞ് വരുന്ന രീതിയിൽ നമ്മൾ ഒന്ന് ആക്കിയെടുത്താൽ മാത്രം മതി. അകത്തുള്ള ബാറ്ററൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനൊന്ന് ഇളക്കി നന്നായിട്ട് ഒന്ന് പൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി വിട്ട് കൊടുക്കുക. ഇളക്കി അങ്ങ് മറിച്ചിടുക. അപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞ് നമ്മളിനി ഇതിനെ ഒരു സെർവിങ്ങിലോട്ട് മാറ്റുക. ഒരു പ്ലേറ്റ് സെർവ് ചെയ്ത് മാറ്റുകയാണ്. കണ്ടില്ലേ നിങ്ങൾ, നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി, ഇനി നമ്മളിതിനെ നേരത്തെ മൊരിച്ച് വെച്ച ആ പാത്രത്തിലോട്ട് തന്നെ ഇതൊക്കെ മാറ്റി നമ്മൾ അടുത്ത് ഡെക്കറേഷൻ്റെ പരിപാടിയിൽ ഒരു 4 പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തും കഴിഞ്ഞു. നല്ല രസമുണ്ട് കാണാനും കഴിക്കാനും രസമുണ്ട്. നല്ല ക്രിസ്പിയാണ്. കണ്ടോ, നല്ല ക്രിസ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.